ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഒറക്കൽ കാർഡ്സ് ഇവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം. രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവ് ചിന്തകളെ നിങ്ങളുടെ പേഴ്സൺ നിന്നും റിമൂവ് ആവാനും പ്രാർത്ഥിക്കാം. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരുന്ന കാർഡ്സ് ആണ് കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ നീഡ്സ് ടെൻഡിങ് എന്നാണ് പറയുന്നത്. നൗറിഷിംഗ് ആണ് കാണിക്കുന്നത്, ഡേറ്റിംഗ് ആണ് കാണിക്കുന്നത്. പേ മോർ അറ്റൻഷൻ ടു യുവർ ലവ് ലൈഫ് ടു ഗെറ്റ് റിസൾട്ട് എന്നാണ് കാർഡ്സിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ മീനിങ്ങിലേക്ക് പോകാം. ഫലങ്ങൾ ലഭിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ ഒരു ഈഗോൻ്റെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലോ ഒക്കെ ആയിരിക്കും മാറി നിൽക്കുക അല്ലേ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സെക്കൻഡ് കാർഡ് ലുക്കിംഗ് ബാക്ക് എന്നാണ്. നൊസ്റ്റാൾജിക് ആണ് കാണിക്കുന്നത്, റിഫ്ലക്ഷനെയാണ് കാണിക്കുന്നത്. മിസ്സിങ് ദി മൊമെന്റ്സ് യു ഷെയർ ടുഗദർ. അവർ നിങ്ങളുമായിരിക്കുന്ന ആ പാസ്റ്റ് ലൈഫ് ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവരെങ്ങനെ തരണം ചെയ്യുമെന്ന് അവർക്കറിയുന്നില്ല. നിങ്ങളിൽ എത്തിയാലാണ് അവരുടെ ലൈഫ് പൂർണ്ണതയിലെത്തും എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ഒത്തിരി വിഷമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഫൈൻ റൊമാൻസ് എന്നാണ് കാണിക്കുന്നത്, മിസ്റ്ററിയാണ് കാണിക്കുന്നത്, അട്രാക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളെ ഇപ്പോഴും അവർക്ക് അട്രാക്ഷൻ എന്നാണ് കാണിക്കുന്നത്. അവരുടെ അട്രാക്ഷൻ, നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാർഡാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു എൻഗേജ്മെൻ്റ് ആയിട്ടോ മാരേജ് ആയിട്ടോ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഒരു റിംഗ് ആണ് ഇവിടെ ഇരിക്കുന്നത്. കോട്ട് അപ്പ് ഇൻ എ whirlwind ഓഫ് ഇമോഷൻസ് ആൻഡ് പ്രോമിസസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള സാഹചര്യം യൂണിവേഴ്സ് ഒരുക്കിയെന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഫ്രീ ഫ്ലൈറ്റ് എന്നാണ് കാണിക്കുന്നത്. രണ്ട് ചിത്രശലഭത്തെയാണ്, രണ്ട് ബട്ടർഫ്ലൈസിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് റിലീസ് ചെയ്യാനാണ്. ബ്രീത്ത് ആൻഡ് ക്ലിയർ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇന്ന് ഒരു നോട്ട് കോൺടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി അവരെ മുറുകെ പിടിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവർ നിങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ടാവണം. അങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ നിബന്ധനകളൊക്കെ ഉണ്ടാവില്ലേ ലൈഫിൽ. അങ്ങനത്തെ ഒത്തിരി നിബന്ധനകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ശ്വാസം വിട്ടില്ലേ ഇല്ലേ. അപ്പം നമ്മളോട് പറയുന്നത് എന്താണ്, അതായത് നിങ്ങളോട് പറയുന്നത് എന്താണ്, ആരെയും ഒത്തിരി അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന പോലെ സ്നേഹിക്കരുതെന്നാണ്. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക, അവർക്ക് അവരുടേതായ ഒരു ഫ്രീ കൊടുക്കുക. അവർ കുറച്ച് അപ്പോൾ നിങ്ങൾക്കും അവർ തന്നിട്ടില്ല എന്ന് കരുതൂ. അപ്പം നിങ്ങളെയും അവർ ശ്വാസം മുട്ടിക്കുന്ന പോലെ എവിടെ പോകുമ്പോഴും എവിടേക്കാണ് പോകണേ എപ്പോഴാണ് വരാന്നൊക്കെ ചോദിക്കുന്നവരെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങളോടും ചിലപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും അവരുമായിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ്സിൽ എല്ലാത്തിനും ഒരു ഫ്രീഡം വേണമെന്നാണ്. എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുക്കാനാണ് പറയുന്നത്. ഒന്നിനെയും അമിതമായിട്ട് മുറുകെ പിടിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അമിതമായി മുറുകെ പിടിച്ചാൽ ശ്വാസം മുട്ടിച്ചാവും അല്ലേ. അപ്പോൾ എന്താ യൂണിവേഴ്സ് പറയുന്നത്, അവർക്ക് അവരുടേതായ അവർക്ക് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് തരാനായിട്ട് അവരും ബാധിതരാണ് അല്ലേ. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ടു സൈഡ്സ് ആണ് പറയുന്നത്. ടൈമിനെയാണ് പറയുന്നത്, എഫേർട്ടിനെയാണ് പറയുന്നത്, സ്റ്റോറിയാണ് പറയുന്നത്. നാവിഗേറ്റ് ദി ഡെലിക്കേറ്റ് ബാലൻസ് ഓഫ് ഗിവ് ആൻഡ് ടേക്ക്. നമ്മുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെങ്കിൽ എന്താ വേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കണം അല്ലേ. നമ്മൾ അങ്ങോട്ടും വിട്ടു കൊടുക്കണം, ഇങ്ങോട്ടും വിട്ടു കൊടുത്താലേ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് പോകൂ എന്ന് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയാണ്. ഇപ്പം നിങ്ങളോ അവരോ രണ്ടുപേരും വിട്ടു കൊടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞ് ഇനി ഈ ബന്ധം വഷളാക്കരുത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ചൂസ് വൈസ്ലി എന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്, കോംപ്രമൈസിനെയാണ് പറയുന്നത്, ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. കൺസിഡർ ലോങ് ടേം ഇഷ്യൂ ബിഫോർ യു കമ്മിറ്റ്. നിങ്ങൾ ഇനി ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുണ്ടായിട്ടുള്ള ഒരു ട്രസ്റ്റ് കുറവുണ്ടാവില്ലേ, നിങ്ങൾക്കോ അവർക്കോ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ട്രസ്റ്റ് കുറവുണ്ടായിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. വെയിറ്റിങ്ങിനെയാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ഇൻസെക്യൂരിറ്റി, ഇൻഫ്ലുവൻസ് എന്നാണ് കാർഡ്സിൽ കാണിക്കുന്നത്. വെയിറ്റിംഗ് ടു ഡോമിനേറ്റ് ഓർ കൺട്രോൾ ദി റിലേഷൻഷിപ്പ് എന്നാണ് കാർഡ്സ് പറയുന്നത്. എന്താണ് ഈ ബന്ധത്തിൽ ഒരു ആധിപത്യം ഉറപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് അവരും നിങ്ങളും ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഈ ബന്ധം ഒന്നുകൂടെ ശക്തമാക്കാനായിട്ട് ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹവും കരുതലൊന്നും അവർ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് കൂടെ ഒന്നെടുക്കാം. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് കിട്ടിയിട്ടുണ്ട്. ടൈം കാർഡിൻ്റെ മീനിങ് നോക്കാം. ഇൻ 17 days എന്നാണ് പറയുന്നത്, 17 ദിവസം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ 19 days ആണ്, 19 ദിവസം. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് 1, 10, 19, 28 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത്. ടേക്ക് ഫാദേഴ്സ് ഹെൽപ്പ് എന്നാണ് നിങ്ങളുടെ ബന്ധം ശക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കണ്ടുമുട്ടാനായിട്ട് നിങ്ങളുടെ പിതാവിൽ നിന്നൊരു ഹെൽപ്പ് പ്രതീക്ഷിക്കാം ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ ത്രൂ ആയിരിക്കും ഇവിടെ നിങ്ങൾ അവർ തമ്മിൽ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നതെന്ന് കാർഡ്സ് മീൻ ചെയ്യുന്നു. ഈ കാർഡ്സിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന കാര്യങ്ങൾ കാർഡ്സ് നിങ്ങൾ സ്വീകരിക്കൂ കേട്ടോ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് ഈ കാർഡ്സ് എല്ലാം മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അത്രമേൽ ഇഷ്ടമുണ്ടെന്ന് തന്നെയാണ്. നിങ്ങൾ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും അവർ പറയുകയാണ് നീ എൻ്റെ ജീവനാണ്, നിങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ ആണ് എന്ന് തന്നെയാണ് ഈ കാർഡ്സിൻ്റെ മീനിങ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.